കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ആസാം ചുരക്ക കൃഷി പരിചയപ്പെടുത്തി ശ്രദ്ധേയനായ യുവ കർഷകന്റെ കൃഷിയിടം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരക്ക വിളയിച്ച് ശ്രദ്ധേയനായ പല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാന്റെ 1/2 ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ആസാം ചുരക്ക കൃഷി പരിചയപ്പെടുത്തി ശ്രദ്ധേയനായ യുവ കർഷകന്റെ കൃഷിയിടം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരക്ക വിളയിച്ച് ശ്രദ്ധേയനായ കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാന്റെ 1/2 ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. 4 മാസം പ്രായമായ ചെടികളുടെ വള്ളികൾ കടഭാഗത്ത് വെച്ച് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. ഒരു വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു. 6 മാസം കൂടി വിളവെടുക്കാമായിരുന്ന കൃഷിയിടമാണ് വെട്ടി നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം. അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത്. സ്ഥലം പാട്ടത്തിനെടുത്ത് വിവിധയിടങ്ങളിലേക്ക് അജ്മൽ കൃഷി വ്യാപിപ്പിച്ചിരുന്നു. നല്ല ലാഭം പ്രതീക്ഷിച്ച് ചെയ്ത ചുരക്ക കൃഷി പണം കടമെടുത്താണ് അജ്മൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് ജോലി തേടിയെത്തിയ ഭായിമാരുടെ പ്രിയ പച്ചക്കറി ഇനമാണ് ആസാം ചുരക്ക. അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് ആസാം ചുരക്കയെപ്പറ്റി പറഞ്ഞതും അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും. നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടം ഒറ്റ രാത്രി കൊണ്ടാണ് കണ്ണീർപ്പാടമായത്. പോത്താനിക്കാട് പോലീസിൽ അജ്മൽ പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായതെന്നും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും അജ്മലിന്റെ പിതാവ് ഷാജഹാൻ പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളെല്ലാം കൂടെ വാടകയ്ക്ക് കിടക്കുന്നത് ഒരു നിവൃത്തിയില്ലാത്തതാണ്. വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ പറമ്പുകളെടുത്ത് കൃഷി തുടങ്ങി ഉപജീവിത മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രി വന്ന് ഏതോ വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു. എനിക്കുള്ള എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ആരോഗ്യമില്ലാത്ത ഞങ്ങളെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി സഹായിക്കണം, അന്വേഷണം നടത്തണം, ഇതിനൊരു നടപടി ഉണ്ടാക്കി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് താൻ കൃഷിരംഗത്തെത്തിയതെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ടെന്നും കൃഷിയുടമ അജ്മൽ പറഞ്ഞു. എൻ്റെ കൃഷി ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വളവും കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി വെള്ളം വരെ കൊടുത്തിട്ട് പോയതാണ്. ഇന്ന് രാവിലെ വന്ന് ഞാൻ കാണുന്നത് എൻ്റെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ച് ഏത് സാമൂഹിക വിരുദ്ധർ കയറി വന്ന് എൻ്റെ എല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി എനിക്കൊരു ഉപജീവനമാർഗ്ഗം ഇല്ലാത്ത അവസ്ഥയിലാക്കി തന്നെ. കാരണം എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആവാത്തതുകൊണ്ടും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒന്ന് മുന്നോട്ട് എനിക്ക് കടന്നു പോകാനുള്ള വഴിയും സ്വീകരിക്കാനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട്, നിസ്സാര സമയം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. ആരാന്നോ എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ ആരോട് പറയാൻ? എൻ്റെ അവസ്ഥ എനിക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.